ചന്തുനാഥ് എന്തിനാണ് അത് ഇങ്ങനത്തെ ഒരു പ്രോജക്റ്റ് ചെയ്തെന്ന് ഞാൻ ആലോചിച്ച് പോകണം. കാരണം അങ്ങേര് അത്യാവശ്യം ക്വാളിറ്റിയുള്ള പ്രോജക്റ്റുകളാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് അങ്ങേര് ചെയ്തതിൽ വെച്ച് ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള പ്രോജക്റ്റ് എന്ന് പറയാം. അതൊക്കെ പ്രതീക്ഷയാണ് ഈ പടത്തിന് കയറിയത്. അത്യാവശ്യം കൊള്ളായിരിക്കും എന്നുള്ള ട്രെയിലൊന്നും കണ്ടില്ല. പക്ഷേ എന്തൊക്കെയല്ലോ മൊത്തം പോരായ്മയാണ് പടം കംപ്ലീറ്റ്. എന്നിട്ട് അതിൻ്റെ അകത്തൂടെ സെക്കൻഡ് പാർട്ടും കൂടെ എടുത്ത് വെച്ചിരിക്കണം. ഇതേ ആൾക്കാർക്ക് കണ്ട് തീർക്കാൻ പറ്റില്ല. ഇതെങ്ങനെ തീർന്നു കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ രീതിക്കാണ് നിന്നത്. ടോട്ടലി കയ്യിൽ നിന്ന് പോയി സംഭവം. അല്ല വേറെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. പൈസ എടുത്ത് കാണേണ്ട വർക്കൊന്നും അല്ല ഇത്. നഷ്ടമാണ്. ഇതിന് പ്രൊഡ്യൂസറിൻ്റെ കാര്യം ആലോചിക്കുമ്പോഴാണ് ഇപ്പോഴും വിഷമം. എന്തിനീ പ്രോജക്റ്റ് എടുത്തു? ഈ ഡയറക്ടർ എങ്ങനെയാണ് പുള്ളിക്കാരനെ കൺവിൻസ് ചെയ്ത് ഈ ഒരു പ്രോജക്റ്റിൽ കൊണ്ട് എത്തിച്ചത്? ഇതൊക്കെ ഡൗട്ടാണ്. ഇതെങ്ങനെ ചുമത്തട്ടി ഇങ്ങനെ വേണ്ട. ഇങ്ങനത്തെ പടങ്ങളെല്ലാം ചെയ്ത് മനുഷ്യനെ ഒരു പരുവാക്കി തരും. അത് ആ രീതിയാണ് ആ തിയേറ്ററിൻ്റെ അകത്തിരുന്നത്. വേറെ ഒന്നുമില്ല. പടത്തിൻ്റെ അകത്ത് ഒന്നും പറയില്ല. കളി ഉദ്ദേശിച്ച് തന്നെയാണ് സത്യം പറയാൻ ഇറക്കിയെന്നാണ്. പക്ഷേ അതിൻ്റെ അകത്തൊരു കളിയും കണ്ടില്ല. പക്ഷേ ആൾക്കാരെ ഒന്ന് പറ്റിക്കാൻ വേണ്ടി ട്രെയിലറിൽ കുറച്ച് ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ പടത്തിൻ്റെ അകത്തൊന്നുമില്ല. വയലൻസാണ് കൂടുതൽ. സർട്ടിഫിക്കറ്റാണ് പടം. പക്ഷേ വേറെ തുണ്ട് സീനൊന്നും അല്ല. കംപ്ലീറ്റ് വയലൻസാണ്. ഇടി വെട്ടി കുത്തുപോലത്തെ സംഭവം പോലെ. അത് പക്ഷേ ഫീമെയിൽ ഓറിയൻറ്റഡ് സബ്ജക്റ്റാണ്. പ്രത്യേകിച്ചൊന്നും ഇല്ല. പറയാൻ വേറെ ഒന്നുമില്ല. എനിക്കൊന്നും മനസ്സിലായില്ല. ഇനി സെക്കൻഡിലായിരിക്കും അവർ ഇതാക്കാൻ പോകണമെന്ന് തോന്നുന്നു. പക്ഷേ എനിക്ക് ഇത് ഫസ്റ്റ് കണ്ടിട്ടേ ദഹിക്കുന്നില്ല. പിന്നെ സെക്കൻഡ് എങ്ങനെയായിരിക്കും? അന്ധകനായി മാറുന്ന പടമെന്ന് പറയാം അന്ധകാരെക്കുറിച്ച്. അല്ല വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. സ്റ്റോറി എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ ചെയ്ത് കൂട്ടി വെച്ചിരിക്കുന്നു. ആൾക്കാരനെ മടുപ്പിക്കുന്ന രീതിക്കാണ് സാധനം ചെയ്ത് വെച്ചിരിക്കണം. പിന്നെ ഉറങ്ങാതിരിക്കാൻ വേണ്ടി ബീജിയം കുറച്ച് കൂട്ടിയിട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഉറക്കം വരാതിരിക്കും. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ നല്ല സിനിമയായിരുന്നു. ഒരു ത്രില്ലർ മൂഡ് തുടക്കം മുതൽ അവസാനം വരെ നല്ല സ്റ്റൈലായിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് പറയാനുള്ളത് പ്രിയ പിള്ളയുടെ കാര്യമായിരുന്നേ. വളരെ ഇന്നസെൻറ്റ് ഫേസ് ഉള്ളൊരു നായിക, ടോട്ടൽ നെഗറ്റീവ് ഷെയ്ഡ്. അത് നല്ലൊരു പുതുമയുള്ളൊരു സംഭവമായിരുന്നു. പിന്നെ ഇനി ഡോക്ടേഴ്സിനൊക്കെ ഇത് കണ്ട് ഇഷ്ടപ്പെടുമോ എന്നറിയത്തില്ല. അവരിനി ഇതിനെ എങ്ങനെ എടുക്കും? ഡോക്ടർമാരെല്ലാം ദുഷ്ടന്മാരാണോ എന്ന് ചോദിച്ചാൽ അല്ല, നല്ലവരും ഇല്ലേ? ഉറപ്പായിട്ടും നല്ലവരെ വിശ്വസിച്ചിട്ടല്ലേ നമ്മൾ. അപ്പം അവരിനി ശരിക്കും റിയാക്ട് ചെയ്യേണ്ടതുണ്ട്. ആൻ്റണി നന്നായിട്ടുണ്ടായിരുന്നു. അതിനകത്തെ പുതുമുഖ നായകനായിട്ടുള്ള പുള്ളി പ്രോമിസിങ് ആയിട്ട് തോന്നി. മൊത്തത്തിൽ ആ ഒരു പേസ് കീപ്പ് ചെയ്തിട്ടുണ്ട് സിനിമ. ആ ഒരു നല്ല ആദ്യം മുതൽ BGM ഒക്കെ നല്ല സ്ട്രോങ് ആയിട്ട് കീപ്പ് ചെയ്ത് ലാസ്റ്റ് വരെ നല്ല പിടിച്ചിരുത്തുന്നുണ്ട് കേട്ടോ. റിയൽ ആയിരിക്കാം, ആകാം, ഇതൊക്കെ നമുക്ക് ചുറ്റിനും ഉണ്ടായിരിക്കാം. പിന്നെ സിനിമ എന്ന് പറയുന്നത് നമുക്ക് ചുറ്റിനും ഉള്ളതിൻ്റെയൊക്കെ പരിച്ഛേദമാണെന്നല്ലേ പറയുന്നത്. അപ്പം മേ ബി ഉണ്ടായിരിക്കാം, ആകാതിരിക്കട്ടെ. മെസ്സേജ് എന്തായാലും ഒന്നുണ്ട്. ഈവിൾ കനോട്ട് സസ്റ്റെയിൻ ഫോർ എവർ. ഈവിളുമായിട്ട് മുന്നോട്ട് അങ്ങനെ എൻഡ് നിൽക്കത്തില്ല. എങ്ങനെ ആയാലും ഈവിൾ അവസാനം ഇല്ലാണ്ടാവുമെന്ന് തന്നെ ആ ഒരു മെസ്സേജാണ് നമുക്ക് കിട്ടുന്നത്. കൊള്ളാം, മൊത്തത്തിൽ നല്ല രസമായിരുന്നു. അധികം ജനം ഇല്ലായിരുന്നു. ഇനിയിപ്പം ബിൽഡ് ചെയ്ത് വരുമായിരിക്കും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അതെ, ഒത്തിരി വലിയ സിനിമകളുടെ ഇടയിലല്ലേ വന്നിരിക്കുന്നത്. അപ്പം മേ ബി അതുകൊണ്ടായിരിക്കാം. ഞാനപ്പം മറ്റേതിനൊക്കെ പോകാതെ വലിയ തിരക്കില്ലാത്ത ഒന്ന്, ഞാൻ എല്ലാ സിനിമയും കാണുന്ന കൂട്ടത്തിലാണ്. അപ്പം വലിയ തിരക്കില്ലാത്ത ഒന്ന് കണ്ട് ഇനി ബാക്കിയൊക്കെ കിടക്കുക കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല ഇഷ്ടപ്പെട്ടു.